ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ എമിറ്റർ ഫീഡ്ബാക്ക് എന്ന ട്രാൻസിസ്റ്റർ ബയാസിംഗ് മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫിക്സഡ് ബയാസ്, എമിറ്റർ ബയാസ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ്, കളക്ടർ ഫീഡ്ബാക്ക് ബയാസ് എല്ലാം നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് എമിറ്റർ ഫീഡ്ബാക്ക് ബയാസ്. എമിറ്റർ ഫീഡ്ബാക്ക് ബയാസ്. ഓക്കെ, നമുക്കതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ആദ്യം നോക്കാം. അപ്പം എമിറ്റർ ഫീഡ്ബാക്ക് ബയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ VCC നിന്ന് RC റെസിസ്റ്റർ വഴി ദെൻ ട്രാൻസിസ്റ്റർ അതിൻ്റെ എമിറ്ററിലേക്ക് ഒരു RE എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ ഇവിടെ വരുന്നുണ്ട്. RE എന്ന് പറയുന്ന റെസിസ്റ്റർ, RC എന്ന് പറയുന്ന കളക്ടർ റെസിസ്റ്റർ. ദെൻ ബേസിലേക്ക് ഒരു RB എന്ന് പറയുന്ന റെസിസ്റ്റർ വഴി എങ്ങോട്ടേക്ക് പോകും? VCCയിലേക്ക് കണക്ഷൻ കൊടുക്കും. ഇതാണ് VCC എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പം ഇതിനെ നമുക്ക് RB എന്ന് വിളിക്കാം. അപ്പം RB, RC, RE ഇങ്ങനെ 3 റെസിസ്റ്റേഴ്സാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അപ്പം RCയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റിനെ IC എന്ന് വിളിച്ചു. REയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് എന്തായിരിക്കും? IE, അല്ലെങ്കിൽ എമിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റിനെ IE എന്ന് വിളിക്കാം. ബേസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റിനെ IB എന്ന് വിളിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ദെൻ ബേസ് എമിറ്റർ വോൾട്ടേജ് VBE നമുക്കറിയാം, എല്ലാറ്റിലും ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ദെൻ കളക്ടർ എമിറ്ററിന് ക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ടാവും, അതിന് നമുക്ക് VCE എന്ന് വിളിക്കാം. അപ്പം ഇത്രയാണ് ഈ സർക്യൂട്ടിനകത്ത് വരുന്നത്, എമിറ്റർ ഫീഡ്ബാക്ക് ബയാസിനകത്ത് വരുന്നത്. ഇനി ഈ എമിറ്റർ റെസിസ്റ്ററാണ് ഇവിടെ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, RE എന്ന് പറയുന്ന റെസിസ്റ്റർ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എമിറ്റർ ഫീഡ്ബാക്ക് ബയാസ് എന്ന് പറയുന്നത്. കാരണം ഈ എമിറ്റർ റെസിസ്റ്ററാണ് ഒരു ഫീഡ്ബാക്ക് വഴി ഈ സ്റ്റെബിലിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ബീറ്റ എന്ന് പറയുന്ന നമ്മുടെ ഗെയിൻ, ബീറ്റ സപ്പോസ് ഇൻക്രീസ് ചെയ്യാമെന്ന് കരുതുക. ബീറ്റ ഇൻക്രീസ് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ അതിനനുസരിച്ച് കറൻറ്റും വോൾട്ടേജും ഒക്കെ വേരിയേഷൻസ് വരുമ്പോഴാണ് സ്റ്റെബിലിറ്റിയിൽ മാറ്റം വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്തും ബീറ്റ ഇൻക്രീസ് ചെയ്തു. ബീറ്റ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം IC ഈക്വൽ ടു ബീറ്റ IB ആണ്. IC ഈക്വൽ ടു ബീറ്റ IB എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ബീറ്റ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ICയും ഇൻക്രീസ് ചെയ്യും. IC ഈക്വൽ ടു ബീറ്റ IB എന്ന് പറയുന്ന IC ഇൻക്രീസ് ചെയ്യും. അപ്പം IC കളക്ടർ കറൻറ്റ് അവിടെ കൂടി. കളക്ടർ കറൻറ്റ് കൂടുമ്പം വോൾട്ടേജ് അക്രോസ് REയും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വോൾട്ടേജ് അക്രോസ് RE ഇൻക്രീസ് ചെയ്തു. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് വോൾട്ടേജ് ആണല്ലോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് അക്രോസ് RE കൂടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് അതിൻ്റെ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടാകും. അപ്പം വോൾട്ടേജ് അക്രോസ് RE കൂടിക്കഴിയുമ്പം വോൾട്ടേജ് അക്രോസ് RB പ്രൊപ്പോർഷണലായിട്ട് അവിടെ കുറയും. അപ്പോൾ വോൾട്ടേജ് അക്രോസ് RB കുറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബേസ് കറൻറ്റ് എന്താണ്? കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഒന്നും കൂടെ പറയാം, ബീറ്റ ഇൻക്രീസ് ചെയ്തു. ബീറ്റ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് IC ഇൻക്രീസ് ചെയ്തു. നമുക്കറിയാം IC ഈക്വൽ ടു ബീറ്റ IB എന്ന് പറയുന്ന ഇക്വേഷൻ പ്രകാരം IC ഇൻക്രീസ് ചെയ്തു. IC ഇൻക്രീസ് ചെയ്യുമ്പം അവിടെ കളക്ടർ കറൻറ്റ് കൂടുമ്പോൾ പ്രൊപ്പോർഷണലായിട്ട് IC മേജർ കളക്ടർ കറൻറ്റ് എന്ത് കാരണം ഉണ്ടാവുന്നതാണ്? എമിറ്റർ കറൻറ്റ് കാരണം. അപ്പം IE അവിടെ കൂടുതലാണ്. IE കൂടുക എന്ന് പറയുമ്പം വോൾട്ടേജ് അക്രോസ് RE കൂടുതലാണ്. അപ്പം മേജർ എമൗണ്ട് വോൾട്ടേജ് എമിറ്റർ റെസിസ്റ്ററിൽ ഡ്രോപ്പ് ഉണ്ടാവുമ്പം ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റർ RB റെഡ്യൂസ് ചെയ്യും. ആ RB റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബേസ് കറൻറ്റ് കുറയും. ബേസ് കറൻറ്റ് കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? എഗെയിൻ നമ്മുടെ IC ഈക്വൽ ടു ബീറ്റ IB എന്ന് പറയുന്ന ഇക്വേഷൻ, IB കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? IC കുറയും. നോക്കിയേ, അപ്പോൾ നമ്മുടെ ആദ്യം കളക്ടർ കറൻറ്റ് കൂടി, പിന്നെ അതെന്ത് ചെയ്തു? അത് കുറഞ്ഞു വന്നു അല്ലേ? ഇവിടെ അത് കളക്ടർ കറൻറ്റ് കൂടി. ഫസ്റ്റ് കേസിൽ കളക്ടർ കറൻറ്റ് കൂടുതലാണ്. പിന്നെ നമ്മുടെ എമിറ്റർ റെസിസ്റ്റർ എന്ത് ചെയ്തു? കളക്ടർ കറൻറ്റിനെ കുറച്ചു.
ആ കളക്ടർ കറൻറ്റ് കുറയുമ്പം ആ ബീറ്റ കാരണം ഉണ്ടാവുന്ന ചേഞ്ചിനെ അവിടെ കോമ്പൻസേറ്റ് ചെയ്തു. ഇതാണ് എമിറ്റർ റെസിസ്റ്റർ അവിടെ ചെയ്യുന്നത്. അപ്പോൾ എമിറ്റർ റെസിസ്റ്റർ എന്താണ് അവിടെ ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്ത് അവിടെ കളക്ടർ കറൻറ്റിനെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എമിറ്റർ റെസിസ്റ്റർ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എമിറ്റർ ഫീഡ്ബാക്ക് ബയാസ് എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ നമുക്കിനി ഓരോ പോയിൻറ്സും നോക്കാം. ദി എമിറ്റർ റെസിസ്റ്റർ provides better bias stability than the base bias circuit അപ്പം ഇവിടെ എമിറ്റർ റെസിസ്റ്ററാണ് ബെറ്റർ ബയാസ് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നമ്മൾ പറഞ്ഞിട്ടുള്ള പിന്നത്തെ പോയിൻറ്റ്സുകൾ എന്തൊക്കെയായിരുന്നു? വെൻ ദ കറൻറ്റ് ഗെയിൻ ബീറ്റ ഇൻക്രീസസ്. ബീറ്റ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ കണ്ടിട്ടുള്ളത്? IC ഇൻക്രീസസ്. ബീറ്റ ഇൻക്രീസ് ചെയ്തപ്പോൾ IC ഇൻക്രീസ് ചെയ്തു. ദെൻ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RE increases. This causes the voltage across RE increase ചെയ്ത് നമ്മൾ പറഞ്ഞു. ദെൻ എന്ത് ചെയ്യും? വോൾട്ടേജ് അക്രോസ് RB2 decrease. അപ്പോൾ RB2 ഡിക്രീസ് ചെയ്തെന്താണ് ഉണ്ടാവുന്നത്? ദിസ് കോസസ് IB2 ഡിക്രീസ്. IB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് കറൻറ്റ് ടു ഡിക്രീസ്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, ഇത് കാരണം എന്താ ഉണ്ടാവുക? ആസ് എ റിസൾട്ട് ഓഫ് ദിസ് കളക്ടർ കറൻറ്റ് ഡിക്രീസസ്. Thus, the increase in collector current due to increase in beta is compensated. Okay, RE provides, നമ്മളിപ്പോൾ കണ്ടതാണ്, RE provides compensation for the variation in beta by reducing IB. Thus, RE is called emitter feedback resistor. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ മുന്നത്തെ ബയാസിങ് മെത്തേഡ്സിൽ ചെയ്ത പോലെ നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് കണ്ടുപിടിക്കണം. ഓപ്പറേറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പം Q പോയിൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ IC VCE പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ബേസ് എമിറ്റർ സർക്യൂട്ട് ലൂപ്പ് എടുക്കും. അപ്പം നമ്മൾ ആദ്യം IC കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൺസിഡർ ബേസ് എമിറ്റർ സർക്യൂട്ട് ലൂപ്പ്. ആ ബേസ് എമിറ്റർ സർക്യൂട്ട് ലൂപ്പ് എടുത്തിട്ട് നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? അപ്ലൈ KVL. നമുക്ക് ആ സർക്യൂട്ട് ഇവിടെ ഒന്ന് നോക്കാം. നമ്മുടെ ബേസ് എമിറ്റർ സർക്യൂട്ട് എന്ന് പറയുമ്പം ഏതൊക്കെയാണ് വരുന്നത്? VCC വരുന്നുണ്ട്, പ്ലസ് VCCന്ന്, ദെൻ RB ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ എങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്? ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാകുന്നത്? ഒരു VBE എന്ന് പറയുന്ന പ്ലസ് മൈനസ് വോൾട്ടേജ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്ത് വരയ്ക്കാം? ഇവിടെ നമുക്ക് VBE എന്നുള്ളതിനെ നമുക്ക് ആ ട്രാൻസിസ്റ്ററിന് പകരം ഒരു വോൾട്ടേജ് അവിടെ വരച്ചാൽ പോരെ.
അപ്പോൾ VBE എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഇവിടെ വരും. ഇവിടെ എന്താ വരുന്നത്? VCC. അപ്പോൾ VBE എന്ന് പറയുന്ന വോൾട്ടേജ് കൊടുത്തു. ദെൻ RE എന്ന് പറയുന്ന റെസിസ്റ്റർ, ഇവിടെ നമ്മൾ RB ആണ് പറഞ്ഞത്. ദെൻ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് അല്ലേ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം KVL അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പം ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട്. അപ്പം കിർച്ചോഫ് വോൾട്ടേജ് ലോ, ക്ലോസ് ലൂപ്പ്. അപ്പം നമുക്ക് ഇതിന് എങ്ങനെ എഴുതാൻ പറ്റും? VCC ഈക്വൽ ടു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് പ്ലസ്, ഇവിടെ പ്ലസ് മൈനസ്, പ്ലസ് മൈനസ്, ഹിയർ പ്ലസ് മൈനസ്, ഇങ്ങനെ വരും. അപ്പോൾ നമുക്കിതിൽ എങ്ങനെ എഴുതാൻ പറ്റും? VCC പ്ലസ് VCC, ഒരു സം ഓഫ് വോൾട്ടേജസ് ഇൻ എ ക്ലോസ് ലൂപ്പ് ഈക്വൽ ടു 0. അപ്പം VCC, ഈ കറൻറ്റിന് നമുക്ക് ഇത് ബേസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അല്ലേ, അപ്പോൾ IB എന്ന് വിളിക്കാം. VCC ഈക്വൽ ടു IBRB, ഓക്കെ. അല്ലെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? സം ഓഫ് വോൾട്ടേജസ് ഇൻ ദ ലൂപ്പ്. അപ്പോൾ ഇവിടെ IBRB എന്ന് പറയുന്നതാണ് RBക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ്. അപ്പം ദെൻ അടുത്ത വോൾട്ടേജ് ഏതാ വരുന്നത്? അവിടെ VBE വരും. പിന്നെ വരുന്ന വോൾട്ടേജ് ഏതാണ്? IBRE എന്ന് പറയുന്നത്. ഇവിടെ വരുമ്പോൾ എന്താ വരുന്നത്? REയിലൂടെ ഫ്ലോ ചെയ്യുമ്പം IE ആണ് അവിടെ വരിക, IERE. അപ്പം ഇവിടെ എത്തുമ്പോൾ ബേസ്, ദെൻ ഇതിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുമ്പോൾ എമിറ്റർ കറണ്ടാണ്. അപ്പം VCC ഈക്വൽ ടു IBRB പ്ലസ് VBE പ്ലസ് IERE. അല്ലെങ്കിൽ നമ്മൾ സം ഓഫ് വോൾട്ടേജസിനെ ക്ലോസ് ലൂപ്പ് ഈക്വൽ ടു 0 എന്ന് പറയുകയാണെങ്കിൽ VCC മൈനസ് IBRB മൈനസ് VBE മൈനസ് IERE ഈക്വൽ ടു 0. അത് തന്നെയാണ് VCC ഈക്വൽ ടു IBRB പ്ലസ് VBE പ്ലസ് IERE എന്ന് പറയുന്നത്. ദെൻ നമുക്കിനി അതിനെ അങ്ങ് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ കിട്ടിയത് എന്തായിരുന്നു? VCC ഈക്വൽ ടു, ആ ഇക്വേഷൻ ഒന്നും കൂടെ എഴുതുന്നേ ഉള്ളൂ, IBRB പ്ലസ് VBE പ്ലസ് IERE എന്ന് കിട്ടി. ഇനി നമുക്കറിയാവുന്നതാണ് IE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ വരുന്നത്? IB പ്ലസ് IC ആണ് അല്ലേ? നമ്മുടെ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും IE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് IB പ്ലസ് IC ആണ്. അപ്പം നമുക്കിവിടെ എങ്ങനെ എഴുതാം? IE ഈക്വൽ ടു IB പ്ലസ് IC. IC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബീറ്റ IB ആണ്. സോ ഇവിടെ ബീറ്റ IB പ്ലസ് IB അല്ലേ, ICക്ക് പകരമാണ് ഈ കൊടുത്തത്. അപ്പം IC ബീറ്റ IB പ്ലസ് IB. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? IB കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? 1 പ്ലസ് ബീറ്റ ഇൻറ്റു IB എന്നല്ലേ കിട്ടുക. ദെൻ നമ്മൾ ഈ IEയുടെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? VCC ഈക്വൽ ടു IBRB പ്ലസ് VBE പ്ലസ് IE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1 പ്ലസ് ബീറ്റ IB ഇൻറ്റു RE എന്ന് കിട്ടും. ഇനി നമുക്കിവിടെ എന്താണ്? IB ഈ ടേമിലും IB കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ IB പുറത്തേക്ക് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? RB പ്ലസ് 1 പ്ലസ് ബീറ്റ RE. ദെൻ നമുക്കൊന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ VCC ഈക്വൽ ടു IB നമ്മൾ കോമൺ ആയിട്ട് ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? RB പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു RE പ്ലസ് VBE എന്ന് കിട്ടി. ഇനി നോക്കിയേ, ഇതിൽ നിന്ന് IB ഈക്വൽ ടു VCC മൈനസ് VBE ഡിവൈഡഡ് ബൈ RB പ്ലസ് 1 പ്ലസ് ബീറ്റ RE എന്ന് കിട്ടും. ഇങ്ങനെ വരില്ലേ? അതിൽ നിന്ന് നമ്മൾ IBനെ അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ, ഇനി നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് 1 പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബീറ്റ തന്നെയല്ലേ? കാരണം ബീറ്റ എന്ന് പറയുന്ന ഒരു ലാർജ് വാല്യൂ, സപ്പോസ് ബീറ്റ 200 ഒക്കെ എടുക്കുകയാണെങ്കിൽ 200 പ്ലസ് 1 201 നമുക്കതിന് എന്തായിട്ട് എടുക്കാം? 200 ആയിട്ട് തന്നെ എടുക്കാം. ദെൻ VCC VBE ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഒരു ലാർജ് വാല്യൂ ആണ്. സോ നമുക്ക് ഇതിനെ ഈ ഒരു വാല്യൂസ് വെച്ച് നമുക്കിതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ IB ഈക്വൽ ടു VCC ബൈ RB പ്ലസ് ബീറ്റ RE എന്ന് കിട്ടും. അപ്പം IB ഈക്വൽ ടു VCC ഡിവൈഡഡ് ബൈ RB പ്ലസ്
ബീറ്റ ആർ ഇ എന്ന് കിട്ടി. ഇനി നമുക്കറിയാവുന്നതാണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ക്യൂ പോയിന്റിൽ ഐ സിയും വി സിയും. അപ്പോൾ ഐ സി നോക്കാം. ഐ സി ഈക്വൽ ടു ബീറ്റ ഐ ബി അല്ലേ? ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഐ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ബീറ്റ ഇൻറ്റു ഐ ബി എന്താണ്? വി സി സി ഡിവൈഡഡ് ബൈ ആർ ബി പ്ലസ് ബീറ്റ ഇൻറ്റു ആർ ഇ. ഇനി ദെൻ താഴെ നമുക്ക് ബീറ്റ പുറത്തേക്ക് എടുക്കുമ്പോൾ എങ്ങനെ കിട്ടും? ഈക്വൽ ടു, ഓക്കെ നെക്സ്റ്റ് പേജിൽ ചെയ്യാം, ഈക്വൽ ടു ബീറ്റ ഇൻറ്റു വി സി സി ഡിവൈഡഡ് ബൈ, ദെൻ ബീറ്റ പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ എന്ത് കിട്ടും? ആർ ഇ പ്ലസ് ആർ ബി ബൈ ബീറ്റ എന്ന് കിട്ടി. ദെൻ ഈ ബീറ്റയും ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്താ വരിക? വി സി സി ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് ആർ ബി ബൈ ബീറ്റ എന്ന് വന്നു. നോക്കിയേ, ഐ സി ഈക്വൽ ടു ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഐ സി ഈക്വൽ ടു വി സി സി ഡിവൈഡ് ബൈ ആർ ഇ പ്ലസ് ആർ ബി ബൈ ബീറ്റ. സപ്പോസ് ഇതിൻ്റെ അകത്ത് ആർ ബി ബൈ ബീറ്റ ഒരു ബേസ് റെസിസ്റ്റർ സ്മോൾ വാല്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബീറ്റ ഒരു ലാർജ് വാല്യൂ ആണെങ്കിലും ആ സെക്കൻഡ് ടേം ഇതെന്തായിട്ട് പോവും? 0 ആയിട്ട് പോവും. മീൻസ് നമ്മുടെ ഐ സി എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ. ബീറ്റയ്ക്ക് അനുസരിച്ച് ഇനി അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ വളരെ ചെറിയതായിട്ട് അതെന്ത് ചെയ്യുള്ളൂ? ഐ സി ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ സി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റയാണ്. അപ്പോൾ ബി സി സി ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് ആർ ബി ബൈ ബീറ്റ. ഓക്കെ, ഐ സി ഈക്വൽ ടു വി സി സി ഡിവൈഡ് ബൈ ആർ ഇ പ്ലസ് ആർ ബി ബൈ ബീറ്റ. അപ്പോൾ ഐ സി കിട്ടി. നമുക്കിനി കണ്ടുപിടിക്കേണ്ട ഏതാണ്? ഐ സി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിനി അടുത്തത് വി സി ഇ കണ്ടുപിടിക്കണം. വി സി ഇ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് ലൂപ്പ് എടുക്കണം? കളക്ടർ എമിറ്റർ ലൂപ്പ് എടുക്കണം. അപ്പോൾ കൺസിഡർ കളക്ടർ എമിറ്റർ ലൂപ്പ്, കളക്ടർ എമിറ്റർ സർക്യൂട്ട് ലൂപ്പ്, കളക്ടർ എമിറ്റർ സർക്യൂട്ട് ലൂപ്പ്. എന്നിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അപ്ലൈ കെ വി എൽ. അപ്പം നമുക്ക് ആ കളക്ടർ എമിറ്റർ സർക്യൂട്ട് ലൂപ്പ് ഒന്ന് നോക്കാം. അപ്പോൾ കളക്ടർ എമിറ്റർ സർക്യൂട്ട് ലൂപ്പ് എന്ന് പറയുമ്പം എഗെയിൻ വി സി സി അല്ലേ വരുന്നത്? വി സി സി എടുത്തു. ദെൻ ആർ സി ആണ്. ദെൻ പിന്നെ ഏതാണ് വരുന്നത്? വി സി ഇ വോൾട്ടേജ് ആണ് അല്ലേ? അപ്പോൾ പ്ലസ് മൈനസ് ഇവിടെ വി സി ഇ വോൾട്ടേജ് ആണ് വരിക. ദെൻ പിന്നെ അവിടെ വരുന്ന ഏതാണ്? ആർ ഇ എന്ന് പറയുന്ന റെസിസ്റ്ററാണ് പിന്നെ വരുന്നത്. നോക്കി, ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് അല്ലേ? അങ്ങനെയല്ലേ വരിക. ഇനി ഇവിടെ പോകുന്ന കറണ്ട് ഏതാണ്? ഈ ആർ സിയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമ്മൾ ഐ സി എന്ന് വിളിച്ചു. ആർ ഇയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ഇ. ദെൻ നമുക്കിവിടെ കെ വി എൽ അപ്ലൈ ചെയ്യുമ്പം എങ്ങനെ എഴുതാം? വി സി സി ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി ഇ പ്ലസ് ഐ ഇ ആർ ഇ. അപ്പം എഴുതാം, വി സി സി ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി ഇ പ്ലസ് ഐ ഇ ആർ ഇ. നമുക്കിനി ഇതിൽ നിന്ന് വി സി ഇ കണ്ടുപിടിച്ചൂടെ? വി സി ഇ ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി മൈനസ് ഐ ഇ ആർ ഇ. ഇതാണ് വി സി ഇ. അപ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടി? ഐ സിയും കിട്ടി, വി സി ഇയും കിട്ടി. നമ്മുടെ ക്യൂ പോയിൻറ്റിലെ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നമുക്ക് സ്റ്റേബിൾ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഐ സിയും വി സിയും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ഐ സിയും കിട്ടി, വി സിയും കിട്ടി. വി സിയിൽ നമുക്കറിയാം ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റയാണ്. ദെൻ നമുക്ക് അടുത്തത് നോക്കേണ്ടത് സ്റ്റെബിലിറ്റി ഫാക്ടറാണ്. സ്റ്റെബിലിറ്റി ഫാക്ടറും കൂടെ ഇതിൽ കണ്ടുപിടിക്കണം. അപ്പം സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സ്റ്റെബിലിറ്റി ഫാക്ടർ? നമ്മൾ ഏതിലെടുത്താണ് സ്റ്റെബിലിറ്റി ഫാക്ടർ അപ്ലൈ ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി കെ വി എൽ അപ്ലൈ ചെയ്യുന്ന ബേസ് എമിറ്റർ സർക്യൂട്ട് ലൂപ്പാണ്. അപ്പോൾ ഓൺ അപ്ലൈയിങ് കെ വി എൽ ടു ബേസ് എമിറ്റർ സർക്യൂട്ട് ലൂപ്പിലേക്കാണ് നമ്മൾ കെ വി എൽ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് കെ വി എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഓൾറെഡി കയ്യിലുണ്ട്. വി സി സി ഈക്വൽ ടു ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ പ്ലസ് ഐ ഇ ആർ ഇ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തിരുന്നു ഐ ഇ ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി. നമുക്കറിയാം ഐ ഇ എമിറ്റർ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് ബേസ് കറണ്ട് ആൻഡ് കളക്ടർ കറണ്ട്.
ദെൻ നമുക്കിത് വാല്യൂ ഐ ഇയുടെ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഐ ഇ ഇവിടെ ഐ ഇ ഇവിടെ വരുന്നില്ലേ, ഇതിന് പകരം നമ്മുടെ ഐ ഇ ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? വി സി സി ഈക്വൽ ടു ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ പ്ലസ് ഐ ഇക്ക് പകരം ഐ ബി പ്ലസ് ഐ സി ഇൻറ്റു ആർ ഇ എന്ന് എഴുതും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഐ ബി എന്ന് പറയുന്ന ടേംസിനെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഐ ബി ഇൻറ്റു ആർ ബി പ്ലസ് ആർ ഇ അല്ലേ വരിക, പ്ലസ് വി ബി ഇ പ്ലസ് ഐ സി ആർ ഇ എന്ന് കിട്ടും. ദെൻ നമുക്കിനി എന്താ വേണ്ടത്? ഇതിൽ നിന്ന് ഐ ബി മാത്രം എടുക്കണം. അപ്പോൾ ഐ ബി ഇതിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഐ ബി ഈക്വൽ ടു വി സി സി മൈനസ് വി ബി ഇ മൈനസ് ഐ സി ആർ ഇ ഹോൾ ഡിവൈഡഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ എന്ന് വരും. അപ്പം ഇങ്ങനെ നമുക്ക് ഐ ബി എടുക്കാം. ഐ ബി എടുത്തു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഐ സി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതിൽ ഡി ഐ ബി ബൈ ഡി ഐ സിയിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ടേം 0, ഈ ടേം 0, ഇവിടെ മൈനസ് ആർ ഇ വരും, ന്യൂമറേറ്ററിൽ ആർ ബി പ്ലസ് ആർ ഇ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ഐ ബി ബൈ ഡി ഐ സി ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഐ സി. ഡി ഐ ബി ബൈ ഡി ഐ സി ഈക്വൽ ടു 0 മൈനസ് ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ എന്ന് കിട്ടും. ഇതെന്താണിത്? ഈക്വൽ ടു മൈനസ് ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ എന്നാണ് വരിക. ഇതെന്ത് ചെയ്യണം? നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഡി ഐ ബി ബൈ ഡി ഐ സി എവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇൻ എസ്. നമ്മുടെ എസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എസ് ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു ഡി ഐ ബി ബൈ ഡി ഐ സി എന്ന് കിട്ടും. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു ഡി ഐ ബി ബൈ ഡി ഐ സി എന്താണ്? മൈനസ് ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ എന്ന് കിട്ടും. ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? മൈനസ് ഓഫ് മൈനസ് എന്താണ്? പ്ലസ് ആണ്. സോ 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ എന്ന് കിട്ടും. എസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ. എസ് ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റ ആർ ഇ ബൈ ആർ ബി പ്ലസ് ആർ ഇ. നോക്കിയേ, ഇതിൻ്റെ അകത്ത് ഈ ആർ ഇ ബൈ ആർ ബി പ്ലസ് ആർ ഇ, ആർ ബി പ്ലസ് ആർ ഇ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ടു ആർ ഇ, ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്തപ്പോൾ സോ 1 പ്ലസ് ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ ക്യാൻസൽ. സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. അവിടെ എന്താവും? ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ ആയിരിക്കും. 1 പ്ലസ് ബീറ്റ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് പോയാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ ആയിരിക്കും. സോ ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബയാസിങ് മെത്തഡാണ് എമിറ്റർ ഫീഡ്ബാക്ക്. അതിൽ എമിറ്റർ റെസിസ്റ്ററാണ്, എമിറ്റർ റെസിസ്റ്റർ ഫീഡ്ബാക്ക്, അതിൽ എമിറ്റർ റെസിസ്റ്ററാണ് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് എമിറ്റർ ഫീഡ്ബാക്ക് ബയാസിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്.